Hey everyone, welcome back to my channel. In today's video, I'm going to show you how to host your full-stack MERN web app for free and get a free domain. We'll be using Vercel for our front end, Render for our back end, and MongoDB Atlas for our database. Let's dive right in. ഇതാണ് സാമ്പിൾ പ്രൊജക്റ്റ്. ഇത് ഫ്രണ്ട് എൻഡ് രണ്ട് ഇൻപുട്ട് ഉണ്ട്. രണ്ട് ഇൻപുട്ട് വഴിക്കാൻ ബാക്ക് എൻഡ് KPI കൊടുത്തിട്ടുണ്ട്. ബാക്ക് എൻഡിൽ ലോക്കൽ MongoDBൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സെറ്റാണ്. ഇത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താ നമുക്ക് കാണാം അതിൻ്റെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇത് ഹോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് മോങ്കോ അറ്റ്ലസിൽ ഡാറ്റാസ് ഒക്കെ ചെക്ക് ചെയ്യാം. അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം MongoDB.com പോവുക. അതിലേക്ക് അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യാണ്. അക്കൗണ്ട് ഇല്ലാത്തത് അക്കൗണ്ട് ഗൂഗിൾ വെച്ച് ചേഞ്ച് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, ഞാൻ ഗൂഗിൾ വെച്ചിട്ട് നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, എൻ്റെ അക്കൗണ്ട് വെച്ച് ഞാൻ ലോഗിൻ ചെയ്തു. നെറ്റ് ഇഷ്യൂ ആണ്. ഓക്കെ, ഓപ്പണായി. ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തതിന് അടിയിൽ ന്യൂ പ്രോജക്റ്റ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വിൻഡോ ഓപ്പൺ ചെയ്യും. അതിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഓക്കെ, ക്രിയേറ്റ് കൊടുക്കുക. ഇത് കോപ്പി ചെയ്തൊക്കെ പാസ്വേഡ് ക്രിയേറ്റ് കൺസോൾ കൊടുക്കുക. ഡ്രൈവ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അടിയിൽ ക്ലിക്ക് കൊടുത്തതിന് ഇവിടെ URL വരും. ആ URLൻ്റെ നെറ്റ് ഉള്ളത് കോപ്പി ചെയ്യുക. നെറ്റ് ഉള്ളത് കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് ക്ലോസ് കൊടുക്കുക. ഓക്കെ, ഇനി നെറ്റ്വർക്ക് ആക്സസിൽ പോവുക. അലോ ആക്സസ് എനിവേർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഡാറ്റാബേസ് എടുക്കുക. ബോക്സ് എടുക്കുക. കളക്ഷൻസ് എടുക്കുക. ഓക്കെ, കോഡിലേക്ക് തിരിച്ച് ചെയ്യുക. URL എടുക്കുക. .NB ഫയലിൽ MongoDB URL എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അസൈൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഡാറ്റാബേസിൻ്റെ നെയിം അവിടെ കൊടുക്കുക. ഏതെങ്കിലും നെയിം ഡിഫോൾട്ടായിട്ട് കൊടുത്ത് ഞാൻ സാമ്പിൾ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഗിറ്റിലേക്ക് പുഷ് ചെയ്ത ശേഷം render.com എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എനിക്ക് രണ്ടതിൽ അക്കൗണ്ട് ഉണ്ട്. രണ്ടതിൽ അക്കൗണ്ട് ഇല്ലാത്തൊരു ഗിറ്റബ് വഴി രണ്ടതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ലോഗിൻ ചെയ്തു. രണ്ടതിൽ ഓക്കെ, നോ വെബ് സർവീസ് എടുക്കുക. ഗിറ്റ് നമ്മുടെ പ്രൊജക്റ്റ് എടുക്കുക. ചെക്ക് ചെയ്തൊക്കെ കറക്റ്റാണ്. സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ പാത്ത് കറക്റ്റാക്കി കൊടുക്കുക. ഞാൻ NPM ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ npm install കൊടുക്കുക. ഫ്രീ സെലക്ട് ചെയ്യുക. അത് env ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതാക്കി വെച്ച MongoDBൻ്റെ URL എടുത്തുവെക്കുകയാണ്. നമ്മുടെ നെയിം അതിലൂടെ നോഡ് ആക്കണം. നോഡ് മോനോ ആക്കാറില്ല കണ്ടല്ലേ. ഓക്കെ, envൻ്റെ നെയിം MongoDB URL ഞാൻ കൊടുത്തിരുന്നു. അത് കൊടുക്കുക. ഇവിടെ ലിങ്ക് കൊടുക്കുക. വാല്യൂൻ്റെ അവിടെ ശേഷം അവിടെ ഗിറ്റബിലേക്ക് പുഷ് ചെയ്ത ശേഷമാണ് ഇവിടെ വന്നിട്ട് ഡിപ്ലോയ് കൊടുക്കേണ്ടത്. പുഷ് ചെയ്ത ശേഷം വന്ന് ഡിപ്ലോയ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഞാനവിടെ പുഷ് ചെയ്ത് ആ വീഡിയോ എടുക്കാൻ മറന്നു. ഓക്കെ, പുഷ് ചെയ്ത ശേഷമാണ് ഞാൻ ഡിപ്ലോയ് കൊടുക്കുന്നത്. ഡിപ്ലോയ് കൊടുത്ത് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാ വന്നിരിക്കുന്നത്. നമ്മുടെ വെയിറ്റ് ചെയ്ത് ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് മേലെ URL കാണാം. ആ URL കോപ്പി ചെയ്യുക. എന്താ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കോപ്പി ചെയ്ത് URL നമ്മുടെ ഫ്രണ്ട് എൻഡിൽ നമ്മൾ API യൂസ് ചെയ്ത് അവിടെയൊക്കെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. റീപ്ലേസ് ചെയ്യുക. പഴയ ലോക്കൽ API മാറ്റിയിട്ട്
ഈ API ആയിട്ട് API ആക്കുക, ഈ ലിങ്ക് ആക്കുക. ഓക്കെ, ഞാൻ എൻ്റെ സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ യൂസ് ചെയ്തവർക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ശേഷം ഗിറ്റിലേക്ക് പുഷ് ചെയ്യുക. ഗിറ്റ് ആഡ്, ഗിറ്റ് കമ്മിറ്റ്, എന്തെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റ് കൊടുക്കുക. ശേഷം പുഷ് ചെയ്യുക. ഗിറ്റ് പുഷ്. ഓക്കെ, പുഷ് ആയിക്കുകയാണ്. ഇനി നമുക്ക് കോം എടുക്കാം, workcell.com എന്നെടുക്കാം. എനിക്കൊരു workcell അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾ workcell അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം ആഡ് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ റെപ്പോസിറ്ററി സെലക്ട് ചെയ്യുക. അതിൻ്റെ നെയിം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ ഫോം എന്നാണ് കൊടുക്കുന്നത്. അതിൻ്റെ പാത്ത് എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് ക്ലൈൻറ്റ് സൈഡ് അഥവാ പെർമനൻ്റ് ആക്കി മാറ്റുക. ഡിപ്ലോയ് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഡിപ്ലോയ് ആയിക്കുകയാണ്. ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്ത് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുക, ഡൊമൈൻ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഡാറ്റാ ബേസും ബാക്കിലും വർക്ക് ചെയ്യുന്നുണ്ട്, കണക്റ്റായി വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മുടെ നെയിം കൊടുക്കുന്നു, ഏജ് കൊടുക്കുന്നു, ഇമെയിൽ കൊടുക്കുന്നു. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സക്സസ് ആയിക്കുകയാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഡാറ്റാസ് ഒക്കെ വരുന്നുണ്ടോ. ഓക്കെ, ഓക്കെ, ഇത് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇനി ഡൊമൈൻ എങ്ങനെ കസ്റ്റമർ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനകത്ത് ഡൊമൈൻസിൽ പോവുക. മേലെ നമുക്ക് ആവശ്യമായ ഡൊമൈൻ സെർച്ച് ചെയ്യുക. മൈ ഡൊമൈനിലാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. പക്ഷേ അത് നിലവിൽ വേറെ ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ്സ് മൈ ഡൊമൈൻ ഞാൻ കൊടുക്കുകയാണ്. ഇറ്റ്സ് മൈ ഡൊമൈൻ. ഓക്കെ, അത് കണക്റ്റായി. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡാറ്റാസൊക്കെ മോംഗോ ക്ലൗഡിലേക്ക് എത്തിക്കാൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഡാറ്റാബേസ് എടുത്തു. മേലെ സാമ്പിൾ 1 ഞാൻ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. മേലെ സാമ്പിൾ 1 ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. ഫോം ഞാൻ മോഡലിൻ്റെ ഫോം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫോം നമ്മൾ കൊടുത്ത ഡാറ്റാസൊക്കെ വന്നിട്ടുണ്ട്. Found this video helpful, don't forget to give it a thumbs up and share it with your friends. For more informative videos like this one, make sure to subscribe to my channel and hit the bell icon to get notified whenever I upload new content. Thanks for watching, and I'll see you in the next video.